അവിടെ മൂലക്ക് മാറി ഇരിക്കാഞ്ഞത്. ഇടയ്ക്കൊരു വിറ്റുണ്ടേ, ഞാൻ പറയാട്ടോ. ഇത് ദീപാവലിയുടെ തലേന്ന് ഞങ്ങൾ കുഞ്ഞാവെ കാണാൻ വേണ്ടി ഒന്ന് പോയതാ. എന്നപ്പോൾ ആള് നല്ല സുഖം ഉറക്കം. പക്ഷെ അത് ശ്രദ്ധിച്ചു നോക്കി, പകുതി കണ്ണ് തുറന്നു വെച്ചേക്കുക. തൽക്കാലത്തേക്ക് പുള്ളിക്കാരത്തെ അവിടെ കിടക്കട്ടെ. ഞാൻ ആദ്യം പറഞ്ഞ വിറ്റ് പറഞ്ഞ ഒരാളെ ട്രോളുന്ന സീനാട്ടോ ഇത്. ആ ആള് ഈ ആളാ എന്താന്ന് ഞാൻ ലാസ്റ്റ് പറയാം. അങ്ങനെ നമ്മൾ ദീപാവലിയോടനുബന്ധിച്ച് സൗണ്ട് ഒന്നും ഇല്ലാത്ത കുറച്ച് പടക്കങ്ങളൊക്കെ കത്തിച്ചു. കുഞ്ഞുറങ്ങല്ലായിരുന്നു, സൗണ്ടായ അവൾ എണ്ണിക്കും. അങ്ങനെ സൗണ്ട് ഇല്ലാതെ ലൈറ്റ് മാത്രമായിട്ട് അങ്ങനെ അതെല്ലാം കൂടി ഞങ്ങളെല്ലാവരും കൂടി കത്തിച്ചു. ഇനിയാണ് ഞാൻ പറഞ്ഞ സംഭവം. ഇതൊന്ന് ശ്രദ്ധിച്ച് നോക്കിക്കോ. അത് മുകളിൽ പോയി പൊട്ടുന്ന സാധനം കേട്ടോ. എൻ്റെ പിന്നിൽ ഒരുപാട് പേര് നോക്കി നിൽപ്പുണ്ട്. പക്ഷെ അത് മുകളിലോട്ടല്ല പോയത്. അതിവിദഗ്ധമായിട്ട് അതിന് തീ കൊളുത്തിയ ആള് അതിൻ്റെ ഡയറക്ഷൻ മാറ്റിയാ വെച്ചത്. നേരെ കുഞ്ഞമ്മയുടെ കിണറ്റിലാണ് പോയത്. അങ്ങനെ അതും വെള്ളത്തിൽ. അപ്പം ഇന്ന് ദീപാവലിയാണ്. രാവിലെ എണ്ണീറ്റ് കുറച്ച് പ്രകൃതി സൗന്ദര്യമൊക്കെ ആസ്വദിക്കാമെന്ന് കരുതി വെളിയിലൊക്കെ ഒന്ന് പോയി കറങ്ങി. മഴയൊക്കെ പെയ്തിട്ട് നല്ല തണുപ്പുണ്ട്. വെളി വന്ന് അടുക്കളയിൽ പോയി നോക്കിയപ്പോഴത്തേക്ക് ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം റെഡി ആയിട്ടുണ്ട്. അപ്പം ഞാനൊന്ന് പോയി എണ്ണ തേച്ച് കുളിച്ചിട്ട് വരാം. അങ്ങനെ കുളിയൊക്കെ കഴിഞ്ഞ് വന്ന് നമ്മൾ കൈയോടെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. ഇതൊക്കെ പുഴുങ്ങിയതൊക്കെ ഉണ്ടായിരുന്നു. ഉച്ചയ്ക്കും ബിരിയാണി ആയിരുന്നു. സ്ഥലം വരെ പോകേണ്ടതുകൊണ്ട് നമ്മൾ നേരത്തെ ലഞ്ച് കഴിച്ചു. വേറെ എവിടെയല്ല, പല്ലിൻ്റെ ക്ലിപ്പ് ടൈറ്റ് ചെയ്യാൻ വേണ്ടി പോകണമായിരുന്നു. അങ്ങനെ അവിടെ ഇരുന്ന് ഡോക്ടറിനെയൊക്കെ കണ്ടിട്ട് ഞങ്ങൾ മടങ്ങി. പല്ലിൻ്റെ വേദനയോട് ഞാൻ എൻ്റെ ഇടയിൽ ഉച്ചകൊണ്ട് സ്റ്റോപ്പ് ചെയ്തു. അപ്പം അത്രേ ഉള്ളൂ. ഓക്കെ, ബൈ.